ഇന്ന് നമ്മൾ ഈ ഒരു സെഡോൺ വണ്ടിയുടെ ടയർ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടയർ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഇത്രയുമുള്ള പണീൻ്റെ എല്ലാ വീഡിയോസും ഓരോ പാർട്ടായിട്ട് 5 വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഫസ്റ്റ് അതൊക്കെ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ടയർ ഫിറ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ നോക്കാം. ടയർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആവശ്യം ഇതേപോലെയുള്ള 2 റീഫില്ലറാണ്. അപ്പോൾ ആ ഒരു വണ്ടി നിങ്ങൾ ചെയ്ത വണ്ടിക്കനുസരിച്ച് അനുസരിച്ചുള്ള ഒരളവിൽ 2 റീഫില്ലർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വണ്ടിയുടെ അളവൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചാനലിലുണ്ട്, എല്ലാവരും അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതേപോലുള്ളൊരു കമ്പിയുടെ പീസാണ്, 2 വേണം. 2 വണ്ടിക്ക് വേണ്ടിയിട്ടാണ് 2. ഒരു വണ്ടിക്കാണെങ്കിൽ ഇത് 1 മതിയാവും. ഞാൻ 2 വണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി കഷ്ണം നമ്മൾ ഈ ഒരു റീഫില്ലിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. എന്നാൽ അധികം ഇങ്ങനെ ഇളകി കളിക്കാനും പാടില്ല. അപ്പോൾ ഒരു കറക്റ്റ് സൈസിലുള്ളൊരു കമ്പി കഷ്ണം നോക്കിയിട്ട് എടുക്കുക. ഇത് ഫ്രീ ആയിട്ട് ഈ റീഫില്ലല്ല കമ്പി റീഫില്ലിൻ്റെ ഉള്ളിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണം. എന്നാൽ അധികം സ്പേസ് ബാക്കി ഉണ്ടാവാൻ പാടില്ല. അതായത് ഇങ്ങനെ ഇടത്തോട്ട് വലത്തോട്ട് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ അനങ്ങാനൊന്നും പാടില്ല. അങ്ങനെയുള്ളൊരു സൈസ് നമ്മൾ എടുക്കണം. എന്നാലേ ടയർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് റൺ ചെയ്യുള്ളൂ. അപ്പോൾ അധികം റീഫില്ലും കമ്പിയും നമ്മൾ സ്പേസ് വന്നു കഴിഞ്ഞാൽ ടയർ ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കമ്പിയുടെ പീസ് റീഫില്ലിട്ടിട്ട് 2 ഭാഗത്തും ഇതേപോലെ ടയർ ഫിറ്റ് ചെയ്തെടുക്കുക. ടയറിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഹോളാക്കി കൊടുത്തിട്ട് 2 ഭാഗത്തും ടയർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ടയർ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരെന്തായാലും കാണുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടയറാണ്. ഇതുപോലെ 2 ഭാഗത്തും നമ്മൾ ടയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫിക്സ് ചെയ്തിട്ട് ചെറിയൊരു ഫ്ലസ് കിക്ക് ചെറുങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ റീഫില്ലിൻ്റെ ഉള്ളിലേക്ക് ആവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഇരട്ടി പണി കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഫ്ലസ് കിക്ക് വെച്ചിട്ട് ഒട്ടിക്കുക. അതിനുശേഷം ഇതേപോലെ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ടയർ വരുന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫുൾ ലെങ്ത് തന്നെ പീസ് കട്ട് ചെയ്യുക. അത് വെറുതെ ഫോം ഷീറ്റ് വേസ്റ്റാണ്. നമ്മൾ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കട്ട് ചെയ്ത് ഫുള്ള് ഒട്ടിച്ചുകൊണ്ട് ടയറിൻ്റെ ഭാഗത്ത് മാത്രം ഇതേപോലെ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതേപോലെ നടുക്ക് വെച്ചിട്ട് ടയറൊന്ന് ഫിക്സ് ചെയ്തെടുക്കുക. റീഫില്ല് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റ് ഇതിപ്പം ബേക്ക് ടയറാണ് ഉണ്ടാക്കുന്നത്, കറക്റ്റ് ഒന്ന് മൂവിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ട് ടയറും ഉണ്ടാക്കിയെടുക്കണം. ഫ്രണ്ട് ടയർ ഞാൻ നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. വീൽ റൊട്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഡെമോ മോഡലിൽ ഞാൻ തുടങ്ങുമ്പോൾ വണ്ടി ആക്കുന്ന ടൈമേ പറഞ്ഞിരുന്നു ഷോക്കേസ് മോഡലാണ്. അതുകൊണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റൊട്ടേഷനൊന്നും ഇല്ല. അതുകൊണ്ട് ബേക്കിൽ ചെയ്ത് അതേപോലെ തന്നെ ഫ്രണ്ട് വീൽ ചെയ്യുക. ഫ്രണ്ട് വീല് കുറച്ച് ഉള്ളിലേക്ക് കയറി നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ബേക്ക് വീലിൻ്റെ അത്ര വീതി വേണ്ട, കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് വീൽ നമ്മൾ ഇതേപോലെ ഈ ഒരു ഷീറ്റിൽ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ആ ഒരു ഫോം ഷീറ്റ് ടയർ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോം ഷീറ്റ് ഫ്രണ്ട് വീലിൻ്റെ അവിടെയും ബാക്ക് വീലിൻ്റെ അവിടെയും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീലാർച്ച് ചെയ്തിട്ടുണ്ട്, വീലാർച്ച് സൈഡ് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് ബ്ലേഡ് വെച്ച് റൗണ്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് വീലിൻ്റെ അവിടെയും ബാക്ക് വീലിൻ്റെ അവിടെയും കറക്റ്റ് ലെവൽ നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ടയർ ഫിറ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സെഡോൺ ബസ്സാണ്. ചെറിയൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ലൈറ്റ് വർക്കൊന്നും ഇല്ല. ഷോക്കേസിൽ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡെമോ മോഡൽ എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒരു ടൈം പാസിന് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ മേക്കിംഗ് വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ടയർ ഒക്കെ അടിപൊളിയായിട്ട് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. 2ഉം നല്ല റണ്ണിങ് കണ്ടീഷനാണ്. ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് ഇടാനേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളിയായിട്ട് വർക്കുമായിട്ട് എന്തായാലും അടുത്ത തന്നെ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി പണിയൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക.